കായംകുളത്തിന്റെ പുതിയ മേൽപ്പാലങ്ങളും 6 വരിപ്പാതകളും അതിവേഗം പിറവിയെടുക്കുന്ന കാഴ്ചകളിലേക്ക്. ചെപ്പാടിലെ പൈതൃകം കാത്ത എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളും പിന്നിട്ട് ഹരിപ്പാട്ടേക്കും മണ്ണാറശാലയുടെ പുണ്യഭൂമിയിലേക്കും നീളുന്ന ദേശീയപാത 66ന്റെ ഈ യാത്രാവിശേഷങ്ങളിലേക്ക്. നമസ്കാരം സുഹൃത്തുക്കളെ, മലബാർ മൈൽസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ കൃഷ്ണപുരം അതിർത്തിയിലാണ്. കേരളത്തിന്റെ യാത്രാ സംസ്കാരത്തെയും ഭൂപ്രകൃതിയെയും മാറ്റിമറിച്ചുകൊണ്ട് പുതിയ ദേശീയപാത 66 അതിവേഗം ഒരുങ്ങുകയാണ്. ഇവിടെ കാണുന്ന ഈ പാലം കായലിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ നിർമ്മിച്ച പ്രശസ്തമായ കൃഷ്ണപുരം സ്പിൽവേയാണിത്. കാർത്തികപ്പള്ളി കൃഷ്ണപുരം മേഖലകളിൽ സർവീസ് റോഡ് വീതി കൂട്ടുന്ന പണികൾ വളരെ സജീവമായി മുന്നോട്ടു പോകുന്നുണ്ട്. ഈ റൂട്ടിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് പ്രമുഖ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായ KCC ബിൽകോൺ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഈ കാണുന്ന വലിയ മൺകൂനകൾ പുതിയ ഹൈവേയുടെ പ്രധാന ഭാഗങ്ങൾ ഉയർത്തുന്നതിനും മീഡിയൻ വർക്കുകൾക്കുമായി ഒരുക്കിയിട്ടുള്ളതാണ്. കൊറ്റുകുളങ്ങര മുതൽ ആലപ്പുഴ വരെയുള്ള 37.5 കിലോമീറ്റർ നീളുന്ന ഈ 4ാം റീച്ചിനായി NHAI ചിലവഴിക്കുന്നത് 2174 കോടി രൂപയാണ്. ഈ ഭാഗങ്ങളിൽ പണികൾ അല്പം സ്ലോയാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. കാരണം ഈ 6 വാളുകൾക്കുള്ളിൽ റിറ്റെയിനിംഗ് വാൾ നിറയ്ക്കാൻ സാധാരണ മണ്ണല്ല ഉപയോഗിക്കുന്നത്. പ്രത്യേകതരം ചുവന്ന മണ്ണും ക്വാറി ഡസ്റ്റും ആവശ്യമാണ്. നമ്മുടെ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ ഇത്തരം മണ്ണും നിർമ്മാണ സാമഗ്രികളും ഇവിടെ എത്തിക്കാൻ നേരിടുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് പലയിടത്തും പണികൾ താൽക്കാലികമായി പതുക്കെയാകുന്നത്. നമ്മളിപ്പോൾ കടന്നുപോകുന്നത് ചരിത്രപ്രസിദ്ധമായ KPAC ജംഗ്ഷനാണ്. കേരളത്തിന്റെ സാംസ്കാരിക വിപ്ലവത്തിന് നാടകങ്ങളിലൂടെ വിത്തുപാകിയ പുണ്യഭൂമി. ഇവിടെ നിന്ന് നമ്മൾ കായംകുളം ടൗണിലേക്ക് കടക്കുകയാണ്. 18ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിനോട് ധീരമായി പൊരുതിയ കായംകുളം രാജാക്കന്മാരുടെ മണ്ണ്. ഇരുതല മൂർച്ചയുള്ള കായംകുളം വാൾ ഏന്തിയ ആയോധന വീരന്മാരുടെ നാട്. റോമാക്കാരും ഡച്ചുകാരും ചൈനക്കാരുമെല്ലാം കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളും വ്യാപാരം ചെയ്യാൻ കപ്പലിറങ്ങിയ പുരാതന തുറമുഖ നഗരം. എന്നാൽ വികസനത്തിന്റെ ഈ പുതിയ കാലത്ത് തലമുറകളായി ഇവിടെ കച്ചവടം നടത്തുന്ന നമ്മുടെ നാട്ടുകാരായ വ്യാപാരികൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ കാണുന്ന 45 മീറ്റർ വീതിക്കു വേണ്ടി പലർക്കും തങ്ങളുടെ കടകൾ പൊളിച്ചുമാറ്റേണ്ടി വന്നു. പൊടിയും ട്രാഫിക്കും കാരണം കച്ചവടം കുറവാണ്. എങ്കിലും പ്രതിസന്ധികളിൽ തളരാത്ത മലയാളിത്തനിമ ഇവിടെയും കാണാം. കായംകുളം ടൗണിലെ പ്രാദേശിക ഗതാഗതത്തെ മെയിൻ ഹൈവേയിൽ നിന്നും പൂർണ്ണമായി വേർതിരിക്കുന്ന വമ്പൻ വെഹിക്കിൾ അണ്ടർപാസാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. നാളെയുടെ വലിയൊരു നഗരത്തിനായി അവരെല്ലാം ഇന്ന് ത്യാഗം സഹിക്കുകയാണ്. വലതുവശത്തായി കായംകുളം KSRTC ബസ് സ്റ്റാൻഡും കടന്നുപോകുന്നു. പഴയ നാഷണൽ ഹൈവേ 47ന്റെ എല്ലാ അടയാളങ്ങളും മാറ്റിമറിച്ചുകൊണ്ട് തികച്ചും ആധുനികമായ ഒരു നഗരഘടന ഇവിടെ രൂപപ്പെടുകയാണ്. ഇപ്പോൾ നമ്മൾ കയറുന്നത് കരിപ്പുഴ തോടിന് കുറുകെയുള്ള കായംകുളം പാലത്തിലേക്കാണ്. മെയിൻ ഹൈവേയിലെ ലോങ് ഡിസ്റ്റൻസ് വാഹനങ്ങൾക്കായി വമ്പൻ അടിത്തറകളോടെ പൈൽ ഫൗണ്ടേഷൻ സാങ്കേതികവിദ്യയിൽ പുതിയ 6 വരിപ്പാലത്തിന്റെ പണികൾ ഇരുവശത്തുമായി ദ്രുതഗതിയിൽ നടക്കുന്നു. പണ്ട് ആലപ്പുഴയുടെ വടക്കൻ ഭാഗങ്ങളിൽ നിന്നും തെക്കൻ ഭാഗങ്ങളിലേക്ക് കെട്ടുവള്ളങ്ങളിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ കൊണ്ടുപോയിരുന്ന പുരാതനമായ ജലപാതയാണിത്. ഈ റീച്ചിൽ മാത്രം KCC ബിൽകോൺ 2 വലിയ പാലങ്ങളും 17 ചെറിയ പാലങ്ങളുമാണ് നിർമ്മിക്കുന്നത്. പള്ളിമുക്ക് പിന്നിടുമ്പോൾ നടുവിലായി മറ്റൊരു അണ്ടർപാസ് കാണാം. ലോക്കൽ ട്രാഫിക്കും എക്സ്പ്രസ് ഹൈവേയും തമ്മിൽ കൂട്ടിയിടിക്കാതെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ഈ റൂട്ടിൽ 14 വെഹിക്കിൾ അണ്ടർപാസുകളാണ് KCC ബിൽകോൺ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇടതുവശത്തേക്ക് പോയാൽ കാർത്തികപ്പള്ളി റോഡാണ്. മുൻപ് ഈ വഴി പോകുമ്പോൾ വ്യക്തമായി കാണാമായിരുന്ന പ്രശസ്തമായ മിലാദെ ഷെരീഫ് കോളേജ് ഓഫ് MSM കോളേജ് ഇപ്പോൾ പുതിയ സർവീസ് റോഡിന്റെയും 6 വാളുകളുടെയും മറവിലാണ്. കായംകുളം പരിധി കഴിഞ്ഞ് നമ്മളിപ്പോൾ കരിയിലകുളങ്ങരയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഹൈവേയുടെ നിർമ്മാണം വളരെ കൃത്യമായ വേഗതയിൽ മുന്നോട്ടു പോകുന്നുണ്ട്. മുന്നോട്ടു പോകുന്തോറും ഈ റീറ്റെയിനിംഗ് വാളുകളുടെ ഉയരം കൂടി വരുന്നത് നിങ്ങൾക്ക് കാണാം. വലതുവശത്തായി കാണുന്നത് ആലപ്പുഴ സ്പിന്നിംഗ് മിൽസാണ്.
നമ്മുടെ നാടിന്റെ വ്യവസായ ചരിത്രത്തിന്റെ വലിയൊരു അടയാളം. ഇവിടെ മെയിൻ ഹൈവേയുടെ ട്രാക്കുകൾ പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. മുൻപ് ഈ വഴി യാത്ര ചെയ്യുമ്പോൾ വലതുവശത്ത് കിലോമീറ്ററുകളോളം മനോഹരമായ നെൽവയലുകൾ കാണാമായിരുന്നു. എന്നാൽ ഇന്ന് ആ പച്ചപ്പ് പുതിയ ഹൈവേയുടെ ഉയരത്തിന് പിന്നിൽ മറഞ്ഞുപോയി. വികസനത്തിനു വേണ്ടി പ്രകൃതിയിൽ നമ്മൾ വരുത്തുന്ന ഈ മാറ്റങ്ങൾ വരുംതലമുറയെ എങ്ങനെ ബാധിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇതാണ് ഭഗവതിപ്പടി കീരിക്കാട് റോഡ്. ഈ ഭാഗത്തെ പണികൾ പൂർണ്ണമായി കൺസ്ട്രക്ഷൻ കമ്പനി പൂർത്തിയാക്കിയിട്ടുണ്ട്. രാമപുരം ഭാഗത്ത് നമ്മൾ വീണ്ടും സർവീസ് റോഡിലേക്ക് മാറുകയാണ്. JCBകൾ വശങ്ങളിൽ മണ്ണ് മാറ്റുന്ന പണികൾ ഇവിടെ കാണാം. സർവീസ് റോഡുകൾക്കായി മണ്ണ് മാറ്റി വലിയ കോൺക്രീറ്റ് മതിലുകൾ ഉയരുകയാണ്. RE ബ്ലോക്ക് കോൺക്രീറ്റ് എന്ന് പറയുന്ന ഈ വലിയ കട്ടകൾ ഒന്നിനുമേൽ ഒന്നായി വെച്ചാണ് ഈ 6 വരിപ്പാതയെ താങ്ങി നിർത്തുന്ന വലിയ മതിലുകൾ ഉണ്ടാക്കുന്നത്. പ്രശസ്തമായ രാമപുരം ദേവീക്ഷേത്രവും കാർത്തികപ്പള്ളിയും പിന്നിട്ട് നമ്മളിപ്പോൾ ചെപ്പാടിലേക്ക് പ്രവേശിക്കുകയാണ്. ചെപ്പാടെത്തുമ്പോൾ പഴയ നാഷണൽ ഹൈവേയുടെ പല അടയാളങ്ങളും മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും പഴയ റൂട്ടിന്റെ ഘടന പൂർണ്ണമായി മാറിമറിയുകയാണ്. ചെപ്പാട് ഫ്ലൈഓവറിന്റെ വലിയ കോൺക്രീറ്റ് ഗേർഡറുകൾ ഇടതുവശത്ത് കാണാം. ചെപ്പാടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്നത് ഇവിടുത്തെ വമ്പൻ ഫ്ലൈഓവർ പണികളാണ്. ഈ കാണുന്ന വലതുവശത്താണ് AD 950 നിർമ്മിക്കപ്പെട്ട 1000 വർഷത്തിലധികം പഴക്കമുള്ള ചെപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപൂർവമായ പേർഷ്യൻ കേരളീയ ചുവർച്ചിത്രങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഈ പുണ്യഭൂമി പൊളിച്ചുമാറ്റാതെ സംരക്ഷിക്കാൻ നാട്ടുകാരും സർക്കാരും ഒന്നിച്ചു പോരാടിയ ചരിത്രമാണിവിടെയുള്ളത്. ആദ്യത്തെ പ്ലാൻ അനുസരിച്ച് ഈ പള്ളി പൊളിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ നമ്മുടെ നാടിന്റെ 1000 വർഷത്തെ ആത്മാവിനെ ഇല്ലാതാക്കാൻ മലയാളി തയ്യാറായില്ല. പള്ളിയെ സംരക്ഷിക്കാൻ വേണ്ടി NHAI ഇവിടെ മണ്ണടിച്ചുയർത്തിയ സാധാരണ പാതയ്ക്ക് പകരം തൂണുകളിൽ നിൽക്കുന്ന ഓപ്പൺ ഫ്ലൈഓവർ വയഡക്ട് നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഉയർന്ന വേഗതയിൽ പോകുന്ന വാഹനങ്ങൾ മുകളിലെ ഈ ഭീമാകാരമായ ഗേർഡറുകൾക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ താഴെ നമ്മുടെ 1000 വർഷത്തെ പൈതൃകം ഒരു പോറൽ പോലും ഏൽക്കാതെ സുരക്ഷിതമായി നിലകൊള്ളും. വികസനത്തിനൊപ്പം സ്വന്തം ചരിത്രത്തെയും നെഞ്ചോട് ചേർക്കാൻ മലയാളി കാണിച്ച ഒത്തൊരുമയുടെ തെളിവാണിത്. ചെപ്പാട് ബസ് സ്റ്റോപ്പും അടിപ്പാതയും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തായി കാർത്തികപ്പള്ളിയിലെ അതിമനോഹരമായ പാടശേഖരങ്ങൾ കാണാം. ഇവിടെ നിന്നും നമ്മൾ നങ്ങ്യാർകുളങ്ങര കവലയിലേക്ക് എത്തുകയാണ്. മുൻപ് മണിക്കൂറുകളോളം വണ്ടികൾ കിടന്നിരുന്ന വലിയൊരു ട്രാഫിക് സിഗ്നൽ ജംഗ്ഷനായിരുന്നു ഇത്. തട്ടാരമ്പലം തൃക്കുന്നപ്പുഴ റോഡ് ക്രോസ് ചെയ്യുന്ന ഈ കവലയിൽ ഇന്ന് വമ്പൻ ക്രെയിനുകൾ ഉപയോഗിച്ച് മറ്റൊരു വലിയ ഓപ്പൺ ഫ്ലൈഓവറിന്റെ പണികൾ നടക്കുന്നത് കാണാം. ഭാവിയിൽ സിഗ്നലുകളോ ബ്ലോക്കുകളോ ഇല്ലാതെ അതിവേഗ യാത്ര സാധ്യമാക്കാൻ ഈ ജംഗ്ഷൻ പൂർണ്ണമായും ഒരു എലിവേറ്റഡ് സ്ട്രക്ചറായി മാറുകയാണ്. പ്രശസ്തമായ നങ്ങ്യാർകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ഈ ജംഗ്ഷന് തൊട്ടടുത്താണ്. നമ്മളിപ്പോൾ ഹരിപ്പാട് വെട്ടുവേനി ജംഗ്ഷന് മുകളിലെ പുതിയ ഫ്ലൈഓവർ ട്രാക്കിലൂടെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ വളരെ സാവധാനം ഹരിപ്പാട് ടൗണിലേക്ക് പ്രവേശിക്കുകയാണ്. കായംകുളവും കരുനാഗപ്പള്ളിയും പോലെ തന്നെ ഓണാട്ടുകരയുടെ സാംസ്കാരിക പൈതൃകം നെഞ്ചേറ്റുന്ന മനോഹരമായ ഒരു നഗരമാണിത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള നഗരങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ ക്ഷേത്രനഗരി എന്നും ഹരിപ്പാടിന് പേരുണ്ട്. ഇതിന്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ പണ്ട് ഭഗവാൻ സുബ്രഹ്മണ്യൻ താരകാസുരനെ നിഗ്രഹിച്ച് തിരികെ വന്നപ്പോൾ മഹാവിഷ്ണു ഭഗവാനെ സംഗീതത്തോടെ സ്വീകരിച്ച പുണ്യഭൂമിയാണിതെന്നാണ് ഐതിഹ്യം. വിഷ്ണു പാടിയ പാട്ടൊഴുകിയ മണ്ണായതുകൊണ്ട് ഹരിഗീതപുരമെന്നും പിന്നീടത് ലോപിച്ച് ഹരിപ്പാട് എന്നും ആയിമാറിയെന്നാണ് പ്രധാന വിശ്വാസം. മറ്റൊരു ചരിത്രം പറയുന്നത് പണ്ട് ഈ പ്രദേശം അരിപ്പാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാണ്. അതായത് അരിയുടെ പാടങ്ങൾ അല്ലെങ്കിൽ നെല്ലിന്റെ നാട്. കാലക്രമേണ അത് ഹരിപ്പാടായി മാറി. കലയുടെയും നാടകത്തിന്റെയും ചുണ്ടൻ വള്ളങ്ങളുടെയും വലിയൊരു ഈറ്റില്ലം കൂടിയായ ഹരിപ്പാടിന്റെ തിരക്കുകളിലൂടെ നമ്മളിപ്പോൾ മുന്നോട്ട് നീങ്ങുകയാണ്.
ഈ വമ്പൻ വികസനത്തിന് കേരളം നൽകേണ്ടി വന്ന പരിസ്ഥിതി വില ചെറുതല്ല. സംസ്ഥാനത്തുടനീളം 70,000-ലധികം തണൽമരങ്ങളാണ് വെട്ടിമാറ്റേണ്ടി വന്നത്. എന്നാൽ ഇതിനൊരു പരിഹാരമായി NHAI സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് ഗ്രീൻ മാൻഡേറ്റ് പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. ഒരു മരം വെട്ടുമ്പോൾ പകരം 10 മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയാണിത്. ഫ്ലൈ ഓവർ ലൂപ്പുകൾക്ക് സമീപം ഹരിപ്പാട്ടെയും കായംകുളത്തെയും സ്കൂളുകളുമായി സഹകരിച്ച് നഗരവനം, വിദ്യാവനം എന്നീ പദ്ധതികൾ വഴി ഒരു പുതിയ ഹരിതവലയം ഇവിടെ രൂപപ്പെടുകയാണ്. ഭൂമിയോട് കാണിച്ച അനീതിക്ക് പ്രകൃതി സൗഹൃദപരമായ ഒരു തിരുത്തൽ കൂടിയാണിത്. നമ്മളിപ്പോൾ ഹരിപ്പാട് ടൗൺ പിന്നിട്ട് നേരെ പ്രവേശിക്കുന്നത് മാധവ ജംഗ്ഷനിലേക്കാണ്. കൺമുന്നിലേക്ക് നോക്കൂ. പുതിയ നാഷണൽ ഹൈവേയുടെ ഭീമാകാരമായ പില്ലർ പണികൾ ഇവിടെ കാണാം. യഥാർത്ഥത്തിൽ ഈ മാധവ ജംഗ്ഷനിൽ വലിയൊരു എലിവേറ്റഡ് ഹൈവേയാണ് KCC ബിൽകോൺ നിർമ്മിക്കുന്നത്. ഈ ഭാഗത്ത് പണികൾ തുടങ്ങുന്ന സമയത്ത് വലിയ രീതിയിലുള്ള തർക്കങ്ങളും ഭൂമി ഏറ്റെടുക്കൽ പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. വശങ്ങളിലുള്ള കെട്ടിടങ്ങളെയും വ്യാപാര സ്ഥാപനങ്ങളെയും പരമാവധി സംരക്ഷിച്ചുകൊണ്ട് അടിയിലൂടെ വീതിയേറിയ സർവീസ് റോഡുകളും മുകളിലൂടെ 6 വരിപ്പാതയും പോകുന്ന തരത്തിലുള്ള ഈ പുതിയ എലിവേറ്റഡ് ഡിസൈൻ അംഗീകരിക്കപ്പെടുകയായിരുന്നു. ഹരിപ്പാട് വിയപുരം റോഡിലൂടെ നേരെ പ്രവേശിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ വലിയ കവാടത്തിലേക്കാണ്. വടക്കൻ മലബാറിലെ പയ്യന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും വലിപ്പമേറിയ ചതുർബാഹു വിഗ്രഹമുള്ള ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്ന മഹാക്ഷേത്രത്തിന്റെ തിരുമുറ്റമാണിത്. ഈ വലിയ ആർട്ട് വർക്കുകളുള്ള കവാടവും പിന്നിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഇവിടെ നിന്നും വെറും 1.3 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ നമ്മൾ മണ്ണാർശാല റോഡിലേക്ക് പ്രവേശിക്കും. ഹൈവേയുടെ ചൂടും പുകയുമെല്ലാം മാറി പെട്ടെന്ന് മനസ്സിന് ഒരു വലിയ ശാന്തത നൽകുന്ന വഴിയാണിത്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയെ അതേപടി നിലനിർത്തിയ ലക്ഷക്കണക്കിന് ആളുകളുടെ ആശ്രയകേന്ദ്രമായ മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിന്റെ പുണ്യഭൂമിയിലേക്കാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൻമരങ്ങളും കാവുകളും 100,000-ലധികം സർപ്പവിഗ്രഹങ്ങളും നിറഞ്ഞ ഈ പ്രദേശം ഒരു വലിയ പരിസ്ഥിതി സംരക്ഷണ മേഖല കൂടിയാണ്. ഐതിഹ്യമനുസരിച്ച് പരശുരാമൻ കടലിൽ നിന്നും കേരളത്തെ വീണ്ടെടുത്തപ്പോൾ ഈ മണ്ണ് ഉപ്പുരസമുള്ളതും മനുഷ്യർക്ക് ജീവിക്കാൻ യോഗ്യമല്ലാതിരുന്നതുമായിരുന്നു. ആ മണ്ണിൽ നിന്നും സർപ്പവിഷം മാറ്റി പവിത്രമാക്കാൻ പരശുരാമൻ സർപ്പരാജാവായ വാസുകിയെ പ്രത്യക്ഷപ്പെടുത്തി അനുഗ്രഹം വാങ്ങിയ പുണ്യഭൂമിയാണിത് എന്നാണ് വിശ്വാസം. എന്നാൽ ഏതൊരു മലയാളിക്കും അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് ആളുകളെത്തുന്ന ഈ മഹാക്ഷേത്രത്തിന്റെ പരമാധികാരിയും പ്രധാന പൂജാരിയും ഒരു സ്ത്രീയാണ്, നമ്മുടെ മണ്ണാർശാല അമ്മ. സ്ത്രീ സമത്വത്തെക്കുറിച്ച് ലോകം ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവികർ ഒരു സ്ത്രീക്ക് നൽകിയ പരമാധികാരത്തിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. വരാൻ പോകുന്ന വമ്പൻ 6 വരിപ്പാതകളെ ഇരുകയും നീട്ടി സ്വീകരിക്കുമ്പോഴും നമ്മുടെ വേരുകളെയും സംസ്കാരത്തെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന മലയാളിയുടെ പ്രൗഢി നിറഞ്ഞ കാഴ്ചകളോടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്കേവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.